Hello guys, Kerala Crime Files Season 2, directed by Ahmed Kabir, streamed on Geo Hotstar, and series are written by Bahul Ramesh. കിഷ്കിന്ധകാണ്ഡം സിനിമയുടെ തിരക്കഥാകൃത്ത്. കിടു റൈറ്ററാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ആ ഒരു നിലവാരത്തിലേക്ക് ഈ വെബ് സീരീസിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമാണ്. എങ്കിലും അതിഗംഭീര സ്ക്രിപ്റ്റ് ഒന്നുമല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് വലിയ കുറ്റമൊന്നും പറയാത്ത രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് തിരക്കഥാകൃത്തിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. അമ്പിളി രാജു എന്ന പോലീസുകാരൻ്റെ തിരോധാനവും അതിൻ്റെ അന്വേഷണവുമാണ് സീരീസിൻ്റെ ഇതിവൃത്തം. ഇന്ദ്രൻസ്, ഹരിശ്രീ അശോകൻ, അജു വർഗീസ്, ലാൽ, അർജുൻ രാധാകൃഷ്ണൻ തുടങ്ങിയവരാണ് പ്രധാന അഭിനേതാക്കൾ. ആസ് യൂഷ്വൽ, ഇന്ദ്രൻസ് അമ്പിളി എന്ന പോലീസുകാരനെ അതിമനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു. ഇന്ദ്രൻസിൻ്റെ കാലിബർ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അയാളുടെ പെർഫോമൻസും പലതവണ നമ്മൾ കണ്ട് അത്ഭുതപ്പെട്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കഥാപാത്രം ഇന്ദ്രൻസ് ഭദ്രമാണ് എന്നതിൽ ഒരു സംശയവും ഒരു അതിശയപ്പെടേണ്ട കാര്യവുമില്ല. ഒരു ബ്രില്യൻ്റലി അദ്ദേഹം ആ ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് എത്ര പല ഷെയ്ഡുകളുള്ള ക്യാരക്ടർ, അത് നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ, അഭിനയിച്ച് ഫലിപ്പിക്കുന്നതിലും വളരെ ബ്രില്യൻറ്റ്, ഒന്നും പറയാനില്ല. നമുക്ക് അത്ര സൂപ്പർബായിട്ട് ആ ക്യാരക്ടറിനെ ഇന്ദ്രൻസ് ക്യാരി ഓവർ ചെയ്തിട്ടുണ്ട്. അയ്യപ്പൻ എന്ന എക്സ് കള്ളൻ ആയിട്ടാണ് ഹരിശ്രീ അശോകൻ ഈ വെബ് സീരീസിലെ പ്രത്യക്ഷപ്പെടുന്നു. വാട്ട് ആൻ ആക്ടിങ് മാൻ, പറയാതിരിക്കാനുള്ള. തൻ്റെ സ്റ്റഫ് എന്താണ്, തൻ്റെ കാലിബർ, തൻ്റെ പൊട്ടൻഷ്യൽ, തൻ്റെ ആക്ടിങ് സ്കിൽ എല്ലാം വളരെ ബ്രില്യൻ്റലി, അമേസിംഗ്ലി യൂട്ടിലൈസ് ചെയ്ത് ആ കഥാപാത്രത്തെ വളരെ തന്മയത്വത്തോടുകൂടി, വളരെ കൂടി തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ് ഹരിശ്രീ അശോകൻ എന്ന ബ്രില്യൻറ്റ് ആക്ടർ. സാധാരണ ഒട്ടുമിക്ക മലയാളികളുടെയും വിചാരം വെറും കോമഡിയനായ ഒരാളാണ് ഹരിശ്രീ അശോകൻ എന്നാണ്. ആ അഭിപ്രായത്തെ മൊത്തം തകിടം മറിച്ചുകൊണ്ട് ഇങ്ങനെയൊരു സ്റ്റഫ്, ഇങ്ങനെയൊരു പൊട്ടൻഷ്യൽ ഈ താരത്തിനുണ്ട് എന്ന് കാണിച്ചു തന്നതിന് അമിത് കബീർ, ഹരിശ്രീ അശോകൻ തൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ്, ഈ ട്രാൻസ്ഫോർമേഷൻ, ഈ കൊമേഡിയൻ നിന്ന് ക്യാരക്ടർ റോൾ ചെയ്യുന്ന ഈ ട്രാൻസ്ഫോർമേഷൻ ഇതിനു മുമ്പ് പല കൊമേഡിയന്മാർ ചെയ്തിട്ടുണ്ട്. അതിന് ഉദാഹരണങ്ങളാണ് ഇന്ദ്രൻസ്, ജഗദീഷ്. ആ ശ്രേണിയിലേക്ക് പുതിയ ഒരാൾ കൂടി ഇനിയുള്ള കാലം ഇയാളെ ശരിക്കും യൂട്ടിലൈസ് ചെയ്താൽ മലയാള സിനിമയ്ക്ക് ഒരു നല്ല അഭിനേതാവിനെ, നല്ല ക്യാരക്ടർ റോൾ ചെയ്യാനുള്ള നല്ല കാലിബറുള്ള, പൊട്ടൻഷ്യലുള്ള ഒരു അഭിനേതാവിനെയാണ് ലഭിച്ചിരിക്കുന്നത്. ഇനിയുള്ള കാലം ഈ മനുഷ്യൻ്റെ പൂണ്ടുകളേറ്റമായിരിക്കും മലയാള സിനിമയിൽ. ഹരിശ്രീ അശോകനും ഇന്ദ്രൻസും കുറച്ച് ചെറിയ ഡ്യൂറേഷൻ ഇവരുടെ ക്യാരക്ടർ ഉള്ളൂ. പക്ഷേ ഇവരെ ചുറ്റിപ്പറ്റിയാണ് ഈ വെബ് സീരീസ്, ഇവരുടെ തിരോധാനത്തെ ചുറ്റിപ്പറ്റിയാണ് ഈ വെബ് സീരീസ് മുന്നോട്ട് നീങ്ങുന്നത്. എസ്.ഐ നോബിളായിട്ട് അഭിനയിച്ചിരിക്കുന്നത് അർജുൻ രാധാകൃഷ്ണനാണ്. ഒക്കെ പെർഫോമൻസാണ്, ഡീസൻറ്റ് പെർഫോമൻസ്. പിന്നെ ലാലിൻ്റെ സി എ കുര്യൻ, അജു വർഗീസൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അജു വർഗീസിന് കാര്യമായിട്ടൊന്നും ഈ വെബ് സീരീസിൽ ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ പാട്ടിൽ അഭിനയിപ്പിച്ചത് കൊണ്ട് പിന്നെയും അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയതായിട്ടാണ് ഇത് തോന്നുന്നത്. അല്ലാതെ ഭാര്യ കാര്യമായിട്ടൊന്നും ചെയ്യാൻ ഇല്ലായിരുന്നു.
അതുപോലെ ബാക്കി എല്ലാ അഭിനേതാക്കളും, എസ്പെഷ്യലി ഡോഗിൻ്റെ 2 കെയർ ടേക്കേഴ്സുണ്ട്. അവർ ഗംഭീര പ്രകടനമാണ് നടത്തിയിരിക്കുന്നത്. അവർ കേരള ക്രൈം ഫയൽസ് സീസൺ 1 ഒരു മികച്ച വർക്കായിരുന്നു. അതിനെ അപേക്ഷിച്ച് സീസൺ 2 അത്രയും മികച്ചതായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഭയങ്കര വലിച്ചു നീട്ടുന്നു, കഥയിൽ ഭയങ്കര വലിച്ചു നീട്ടി ഫീൽ ചെയ്യുന്നു. ഒന്ന് സ്ട്രീം ചെയ്തിരുന്നതിൽ കൂടുതൽ ലാഗില്ലാതെ കാണുവാൻ സാധിക്കുമായിരുന്നു. അത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതായ കാര്യമായിരുന്നു. കാരണം ഈ 6 എപ്പിസോഡുകളിൽ പലയിടത്തും നമുക്ക് ഇത് സ്കിപ്പ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ചെയ്യുന്നുണ്ട്. ഇതൊരു സീറ്റ് ആഡ് ത്രില്ലർ ഒന്നുമല്ല ഈ വെബ് സീരീസ്. ക്ലൈമാക്സ് ഒക്കെ ഓക്കെ ആണെന്ന് പറയാം. എന്തെങ്കിലും സീസൺ 1 ആണ് ഒന്നുകൂടി മികച്ചു നിൽക്കുന്നത്. പിന്നെ ക്ലൈമാക്സ് ഇത്രയൊരു സില്ലിയായ കാര്യത്തിന് വേണ്ടിയാണോ ക്രൂരമായ 2 കൊലപാതകങ്ങൾ നടത്തിയിരിക്കുന്ന ഫീൽ സാധാരണ പ്രേക്ഷകർക്ക് തോന്നിയാൽ അത്ഭുതപ്പെടേണ്ട. പക്ഷേ ഡോഗ് ലവേഴ്സിന് ഈ സീരീസ് വളരെ കണക്റ്റ് ആകുമെന്നതിൽ ഒരു സംശയവും വേണ്ട. ആൻഡ് ഫൈനലി ഒരു എബോവ് ആവറേജ് സീരീസ് ആയിട്ട് സിനിസ്കോപ്പിന് ഈ വെബ് സീരീസിനെ റേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 1 ടൈം വാച്ചബിൾ സീരീസ്.